എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCIയിലെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യാൻ പോവുകയാണ്. 2022 2023 കൂടിയിട്ടായിരുന്നു അവസാനത്തെ പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഏകദേശം നല്ലൊരു വേക്കൻസിയോട് കൂടിയിട്ട് നമുക്ക് ഈ വർഷം നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഡിഗ്രി ഉള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇതിൽ ഏതൊക്കെ പോസ്റ്റിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, അതേപോലെ തന്നെ ഏതൊക്കെയാണ് ഇതിന്റെ ജോബ് ക്രൈറ്റീരിയൻ, അതുപോലെ ഗ്രേഡ് 2 എന്താണ്, ഗ്രേഡ് 3 എന്താണ്, നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCIയിൽ ഏതൊക്കെ കാറ്റഗറിയിലാണ് നമുക്ക് ജോബ് വേക്കൻസീസ് വരുന്നത്. പ്രധാനമായിട്ടും കാറ്റഗറി 1, 2, 3, 4 ഇങ്ങനെ 4 കാറ്റഗറിയാണ് ഉള്ളത്. കാറ്റഗറി 1 എന്ന് പറയുന്നത് സീനിയർ മാനേജ്മെന്റ് ലെവല്, സെക്കൻഡ് ഓഫീസറും മാനേജർ ലെവല്, 3 വരുന്നത് അസിസ്റ്റന്റും സ്റ്റാഫ് ലെവലും, 4th വരുന്നത് വാച്ച്മാനും സപ്പോർട്ട് സ്റ്റാഫുമാണ്. ഇതിൽ നമുക്ക് ഒരു ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കാറ്റഗറി 3 ജനറൽ പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി കാറ്റഗറി 2 മാനേജർ ലെവൽ, അതായത് ജനറൽ കാറ്റഗറി, ജനറലില് മാനേജർ ലെവലിലേക്കുള്ള പോസ്റ്റിന് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി മെയിൻ ആയിട്ടും കൂടുതലായിട്ട് ഞാൻ പറഞ്ഞല്ലോ, കാറ്റഗറി 2ഉം കാറ്റഗറി 3യും തന്നെയാണ് മോസ്റ്റ് പോപ്പുലർ ആയിട്ട് ആളുകൾക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുന്ന 2 പ്രധാനപ്പെട്ട കാറ്റഗറി. ഓക്കെ, അതിൽ കാറ്റഗറി 3യിൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്നുണ്ട്. ഹയർ നമ്പർ ഓഫ് ആസ്പിരൻസ് പ്രിപ്പയർ ചെയ്യുന്നതും ജോലി കിട്ടുന്നതും ഈ ഒരു കാറ്റഗറിയിലാണ്. അതേപോലെ തന്നെ വളരെ നല്ല സ്ട്രോങ്ങർ ആയിട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കാറ്റഗറി 3യിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇനി FCI കാറ്റഗറി 2 ഞാൻ പറഞ്ഞു ഓഫീസർ ലെവലും അല്ലെങ്കിൽ മാനേജർ ലെവൽ പോസ്റ്റിലേക്കാണ് നമുക്ക് ജോലി ലഭിക്കുന്നത്. ഇതിനകത്ത് സൂപ്പർവൈസറി അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷൻസ് ഇൻസൈഡ് ദ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് നമുക്ക് മെയിനായിട്ടും ജോലി വരുന്നത്. അതിനെന്തൊക്കെ വരും, ഓപ്പറേഷൻസ്, അതുപോലെ ഡീപോർട്ട് സിസ്റ്റംസ്, അഡ്മിനിസ്ട്രേഷൻസ്, ടെക്നിക്കൽ ആക്ടിവിറ്റീസ്, മൂവ്മെന്റ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, ഇതൊക്കെയാണ് മെയിനായിട്ടും ഹയർ ലെവൽ പൊസിഷനിലേക്ക് വരുന്നത് കാറ്റഗറി 2ൽ. ഇനി നമുക്ക് 2വിനകത്ത് വരുമ്പം ഏതൊക്കെ പോസ്റ്റാണ് വരുന്നതെന്ന് നോക്കാം. ഒന്ന് മാനേജർ. ഈ പറയുന്ന ടീമിലേക്ക് നമുക്ക് എല്ലാവർക്കും അപേക്ഷിക്കാം, അതായത് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്ന ഒരു പോസ്റ്റാണ് മാനേജർ ജനറൽ. അത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ആണ് മെയിൻ ആയിട്ടുള്ള ജോലിയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി മാനേജർ മൂവ്മെന്റ്, ഡീപോർട്ട്, അക്കൗണ്ട്സ്, ടെക്നിക്കൽ, ഹിന്ദി, ഈ പറഞ്ഞിരിക്കുന്ന ഓരോന്നിനും നമുക്ക് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കാണ് ആ പറഞ്ഞിരിക്കുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നു. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പോൾ ആ ഒരു മേഖലയിൽ തന്നെ നമുക്ക് അഗ്രികൾച്ചർ, ടെക്നിക്കൽ, അക്കൗണ്ട്സ് ഒക്കെ പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർക്ക് മെയിനായിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫുകൾക്ക് സൂപ്പർവൈസ് ചെയ്യുക, പിന്നെ ലോജിസ്റ്റിക്സ്, മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ്, ഫുഡ് സപ്ലൈ സിസ്റ്റം, പ്രിപ്പയറിംഗ് റിപ്പോർട്ട്സ് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് കാറ്റഗറി 2ൽ വരുന്നത്. കാറ്റഗറി 3നേക്കാളും കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു ജോലി തന്നെയാണ് കാറ്റഗറി 2ലേക്ക് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാനാണെങ്കിൽ കാറ്റഗറി 2ന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്, നമുക്ക് മാനേജർ, ഡീപോർട്ട്, മൂവ്മെന്റ് തുടങ്ങിയതിലേക്ക് ജനറൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാനേജർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ യോഗ്യത എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ പറയുന്നത് ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രി ഉള്ളവർക്കാണ് ഡിഗ്രി മാനേജർ ജനറൽ ഡിപ്പോർട്ടിലേക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇനി ടെക്നിക്കൽ മാനേജറിലേക്ക് ക്വാളിഫിക്കേഷൻ BSc അഗ്രികൾച്ചർ, ഫുഡ് സയൻസ്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി, ഫുഡ് ടെക്നോളജി, ഇതിനെല്ലാം മാനേജർ ടെക്നിക്കൽ സൈഡ് ഈ പറഞ്ഞിരിക്കുന്ന യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി അക്കൗണ്ട്സിലേക്ക് വരുന്നത് CA, ICWA, CS, MBA ഫിനാൻസ്, ഈ പറഞ്ഞിരിക്കുന്നവർക്ക് മാനേജർ അക്കൗണ്ട്സിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. ഇനി മാനേജർ ഹിന്ദി എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് MA ഹിന്ദി ഓർ ഇംഗ്ലീഷ് വിത്ത് ട്രാൻസ്ലേഷൻ റിലേറ്റഡ് എക്സ്പെർട്ടൈസ്, അപ്പം അങ്ങനെയുള്ളവർക്കാണ് ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ ആണല്ലോ, ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം. കാറ്റഗറി 2ന് പറയുന്ന പോലെ തന്നെ പ്രധാനമായിട്ടും 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയും, OBCക്ക് 30, 32 SC STക്ക് വരുന്നത്. ഇനി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ
അതായത് കാറ്റഗറി 2ലേക്ക് വേണ്ടിയിട്ടുള്ള ഫേസ് എങ്ങനെയാണ് എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഫേസിൽ 4 സബ്ജക്റ്റിന്റെ CBT ആയിരിക്കും വരുന്നത്. ഇംഗ്ലീഷ്, റീസണിങ്, ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ സ്റ്റഡീസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റേജ്. അതായത് കോമൺ ടെസ്റ്റ് ആയിരിക്കും. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മാനേജറിന്റെ ഈ കൊടുത്തിരിക്കുന്ന എല്ലാ പോസ്റ്റിലേക്കും വേണ്ടിയിട്ട് എന്തായിരിക്കും നമുക്ക് വരുന്നത്, ഒരു കോമൺ ആയിട്ടുള്ള CBT 1 ആണ് വരുന്നത്. പിന്നീടാണ് 2ലേക്ക് പോകുമ്പോൾ ഓരോന്നിൻ്റെ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് സെക്കൻഡ് പേപ്പറിലേക്ക് പോകുന്നത്. ജനറലിന് നമുക്ക് അതായത് CBT 1ഉം CBT 2ഉം സെയിം സിലബസ് തന്നെ അനുസരിച്ച് കുറച്ചുകൂടെ പാറ്റേൺ വ്യത്യസ്തമായിട്ടായിരിക്കും സെക്കൻഡിലേക്ക് വരുന്നത്. സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടി ലെവലുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫേസ് 1 നമ്മൾ പറഞ്ഞു CBT 1 ആണ്. സെക്കൻഡ് ഫേസിലേക്ക് വരുന്നത് ഓരോന്നും നിങ്ങളുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ളതായിരിക്കും നമുക്ക് സെക്കൻഡ് എക്സാമിലേക്ക് പോകുന്നത്. പിന്നെ മെയിൻ കാറ്റഗറി സെക്കൻഡിൽ ചിലതിന് നമുക്ക് ഇൻ്റർവ്യൂ ഫൈനൽ റൗണ്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ സാലറി സ്ട്രക്ചർ വരുന്നത് ഏകദേശം നമുക്ക് ഇൻ ഹാൻഡ് ഒരു 71,000 പെർ മന്ത് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ DA, HRA, മെഡിക്കൽ ബെനിഫിറ്റ്സ്, ലീവ് ബെനിഫിറ്റ്സ്, ട്രാൻസ്പോർട്ട് അലവൻസ് ഒക്കെ ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പ്രധാനമായിട്ട് നിങ്ങൾ കാത്തിരുന്ന FCI തേർഡ് കാറ്റഗറിയെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ FCI കാറ്റഗറി 3 എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് അസിസ്റ്റന്റ് ലെവലും ഓപ്പറേഷണൽ ആയിട്ടുള്ള പോസ്റ്റുകളായിരിക്കും കൂടുതലായിട്ടും വരുന്നത്. ഇനി ഇതിനകത്ത് തന്നെ ഓഫീസ് വർക്കും നമുക്ക് ക്ലറിക്കൽ വർക്ക്, ടെക്നിക്കൽ സപ്പോർട്ട്, ടൈപ്പിംഗ് വർക്ക്, ഫീൽഡ് ലെവൽ ടാസ്ക്, ഡോക്യുമെന്റേഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് കൂടുതൽ വരുന്നത്. ദിസ് പോസ്റ്റ് യൂഷ്വലി അട്രാക്ട് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് അപ്ലിക്കൻസ് ബിക്കോസ് ദ എലിജിബിലിറ്റി ഈസ് കമ്പാരിറ്റീവ്ലി സിമ്പിൾ. അതാണ് നമുക്ക് ഡിഗ്രി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് കാറ്റഗറി 3 ജനറൽ ആയിട്ടുള്ള ഈ പോസ്റ്റിന് അപേക്ഷിക്കാനായിട്ട് പറ്റും. എനി ഡിഗ്രി മതി, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അപ്പം മേജർ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞു, നമുക്ക് ഫയൽസ് മെയിൻറ്റെയിൻ ചെയ്യുക, ഓഫീസ് അസിസ്റ്റൻ്റ് കൊടുക്കുക, ടൈപ്പിംഗ്, ഡോക്യുമെൻറ്റേഷൻ, ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. ഈ കാറ്റഗറി 3 നമുക്ക് ജൂനിയർ എഞ്ചിനീയർ, ടൈപ്പിസ്റ്റ്, സ്റ്റെനോഗ്രാഫർ, ടെക്നിക്കൽ അസിസ്റ്റൻ്റ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മെയിനായിട്ടുള്ള ടോപ്പ് ഏരാണ് ജൂനിയർ അസിസ്റ്റന്റ് ഗ്രേഡ് 3 ആണ് ഏറ്റവും കൂടുതലായിട്ട് ആളുകൾക്ക് നമുക്ക് ജനറൽ ഡിഗ്രി ഉള്ളവർക്ക്, അതായത് എനി ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ആണ്. അതെന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് നോക്കാം, അസിസ്റ്റന്റ് ഗ്രേഡ് 3ക്ക് ഏതെങ്കിലും ഡിഗ്രി മതി, അതായത് ഗ്രാജുവേഷൻ ഫ്രം എനി യൂണിവേഴ്സിറ്റി, അതായത് നമുക്ക് ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള സർവകലാശാലയിൽ നിന്ന് ബിരുദമുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ടൈപ്പിസ്റ്റിലേക്ക് വരുമ്പം ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ നമുക്കൊരു ടൈപ്പിംഗ് സ്കില്ലും കൂടെ വേണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ജൂനിയർ എഞ്ചിനീയറിംഗ് നമുക്ക് എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്കോ ഡിഗ്രിക്കോ, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളത്, അപ്പോൾ നമുക്ക് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BTechോ BEക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പറഞ്ഞ പോലെ തന്നെ 18 to 27 ആണ്. സെയിം തന്നെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, 32 അതാണ് OBC SC STക്കും വരുന്നത്. ഇനി ഇതിനും നമുക്ക് ഓൺലൈനായിട്ടൊരു CBT ടെസ്റ്റ് ഉണ്ടാകും. CBT 1 ഞാൻ പറഞ്ഞു കോമൺ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അതിൽ ഇംഗ്ലീഷ്, റീസണിങ്, ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ സ്റ്റഡീസ് ആണ് വരുന്നത്. സ്കില്ലിൻ്റെ നമുക്ക് ടോപ്പ് നമ്മളുടെ പോസ്റ്റ് അനുസരിച്ചിട്ട് ടൈപ്പിംഗ് ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ്, ടെക്നിക്കൽ ടെസ്റ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യാനുണ്ട്. പിന്നെ ഇതിൻ്റെ സാലറി ഇതിനകത്ത് വരുമ്പം ഇൻ്റർവ്യൂ പറഞ്ഞിട്ടില്ല. പിന്നെ സാലറി നമുക്ക് 50,000 ഒക്കെ പെർ മന്ത് കിട്ടും. അഡീഷണൽ DA, HRA, മെഡിക്കൽ ഫെസിലിറ്റീസും അതുപോലെ തന്നെ ഗവൺമെൻറ് അലവൻസ് ഒക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നതാണ്. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ FCIക്ക് വേണ്ടിയിട്ട് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ അസിസ്റ്റന്റ് ഗ്രേഡ് 3ക്ക് വേണ്ടിയിട്ടുള്ള കോച്ചിങ് നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ നമ്മൾ കൊടുക്കുന്ന ഫെസിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ഡേയ്സിനേക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടിയിട്ടുള്ള ക്ലാസ്സുകളാണ്. ഓക്കെ, സ്റ്റഡി പ്ലാനിൻ്റെ കൂടെ ക്ലാസ്സുകളും, വീക്ക്ലി എക്സാം ഉണ്ടാകും, അതുപോലെ മന്ത്ലി എക്സാം ഉണ്ടാകും. ദെൻ നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലൈവ് റിവിഷൻ PYQ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സാം വാലിഡിറ്റിയിലായിരിക്കും നമ്മൾ കോഴ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ആദ്യമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്, ഒരു ഐഡിയ ഇല്ലെങ്കിൽ പോലും ധൈര്യമായിട്ട് നമ്മുടെ കോഴ്സിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കോച്ചിങ് ആരംഭിക്കുക. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുകയാണെങ്കിൽ
എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത് മുൻനിരയിൽ എത്താൻ പറ്റും. പലരും അറിയാതെ പോകുന്ന നോട്ടിഫിക്കേഷനാണ്, പല മലയാളികളും അപേക്ഷിക്കാതെയും അല്ലെങ്കിൽ ഒരുപാട് പേര് അറിയാതെ പോകുന്ന ഏറ്റവും മികച്ച ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുന്നത്. എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പറിലേക്ക്, കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ നിങ്ങളുടെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.